ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെറിയൊരു ജ്വല്ലറിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ മാല ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് ആദ്യക്കൂട്ടം വെള്ളമൊക്കെ കുടിച്ച് എന്താണെന്നറിയില്ല, നല്ല അച്ചടക്കത്തിൽ ഇരിക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ മുടി വെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ മുടി നന്നായിട്ട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അച്ഛൻ കൂടെ നിന്നിട്ട് മുടി വെട്ടണത്. അപ്പോൾ അതിൻ്റെതായ സന്തോഷം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ അവൻ നിന്ന് തരാറുണ്ട്. എപ്പം മുടി വെട്ടുമ്പോൾ നല്ല രീതിയിൽ നിന്ന് തരാറുണ്ട് കേട്ടോ. ഫസ്റ്റ് തൊട്ട് ഒരു 3/4 ഭാഗം നിന്ന് തരാറുണ്ട്. പിന്നെ അങ്ങോട്ട് മുന്നേ വെട്ടുമ്പോൾ അവൻ്റെ കണ്ണിക്കാവുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ മുടി മേത്തായതിൻ്റെ ദേഷ്യം വന്നതിന് ശേഷം ചെറുതായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ അനിയൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നീട്ടിയത് ഏട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ കൂടെ വെട്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് നിന്ന് കൊടുക്കും. സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ അവനെ മുടി വെട്ടിയപ്പോൾ. പിന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുന്നൊക്കെ വെട്ടി ഒന്ന് ലെവലാക്കാൻ ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവൻ ചെറിയൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ മുടി വെട്ടി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ലച്ചു, മീനുട്ടി, ലിനു, അങ്ങനെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ മാല ചേഞ്ച് ചെയ്തത് കേട്ടോ. പിന്നെ അച്ചിച്ചൻ്റെ കൂടെ ആദ്യക്കൂട്ടം കുറേ നേരം ഇരുന്നിട്ടുണ്ട്. അച്ചിച്ചൻ കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീനുകുട്ടിയും ആദ്യക്കൂട്ടിന് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ലീലുണ്ടായിരുന്നു, ലച്ചുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ കൂടെ ചെറിയൊരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കട്ടെ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയോണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്, അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആദ്യക്കുട്ട ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുണ്ടായിരുന്നു വണ്ടിയിൽ ഇരുന്നാണ്ട്. അവനങ്ങനെ മുന്നിൽ ഇരുത്തിയിട്ടില്ലായിരുന്നു. അനിയന് മുന്നിൽ ഇരുത്തുമ്പോൾ അങ്ങനെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏട്ടൻ ഇതുവരെ മുന്നിൽ ഇരുത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ മുന്നിൽ ഇരുത്തുന്നത്. അങ്ങനത്തെ അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മായി ഞങ്ങൾക്കുള്ള ചായ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ അമ്മായിക്കും അമ്മായിൻ്റെ മോള് അനുമോൾക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ചായക്ക് സ്പെഷ്യൽ ഞങ്ങൾക്ക് സമൂസ ഉണ്ടായിരുന്നു, പാൽച്ചായ ഉണ്ടായിരുന്നു കേട്ടോ. അനുമോൾ കുട്ടിക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നതാ. നന്ദു ഉണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, മനു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മാമനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പൊരിച്ച ബിരിയാണി സ്പെഷ്യലാട്ടോ ഇന്ന്. അങ്ങനെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അച്ചാറും തൈരൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ട് ചോറ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പാറുക്കുട്ടി ഉണ്ടായിരുന്നു. പാറുക്കുട്ടി അച്ഛൻ വന്നതിന് ശേഷം നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ആദ്യക്കുട്ടിന് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ നല്ല വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോയോണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര മനസ്സിൽ എന്തൊരു സന്തോഷം കിട്ടിയ പോലെ കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടൻ വീണ്ടും അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി തിരിക്കിനും മറക്കിനും ഒക്കെ ഉണ്ട്. അവനെന്തോ ഒരു നിധി കിട്ടിയ